വളരെ എളുപ്പത്തിലും രുചിയിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. വളരെ പെട്ടെന്ന് അരിപ്പൊടിയും പഴവും വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. ഇത് ആവിയിൽ വേവിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഈ റെസിപ്പി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ താഴെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് ചെയ്തെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് വലിയൊരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ശരിക്കൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1/2 സ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ജീരകം, നമ്മൾ കറിക്കെല്ലാം അരയ്ക്കുന്ന ജീരകമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ജീരകം ശരിക്കൊന്ന് മൊരിഞ്ഞ് കിട്ടുന്ന സമയത്ത് ഞാനിതിലേക്ക് വലിയ സൈസിലുള്ള നേന്ത്രപ്പഴം 4ആക്കി മുറിച്ചതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഈ നേന്ത്രപ്പഴം നമ്മൾക്ക് നെയ്യിൽ ശരിക്കൊന്ന് വരട്ടി വാട്ടിയെടുക്കണം. ചെറിയ ചൂടിൽ വെച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് വാട്ടി കൊടുക്കുക. ചൂട് നല്ലപോലെ കുറച്ച് വയ്ക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പഴം അടിയിൽ പിടിക്കും, അതുപോലെ തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഇത് ശരിക്ക് ചെറിയ ചൂടിൽ വെച്ചിട്ട് വേണം നല്ലപോലെ ഒന്ന് വരട്ടി വാട്ടിയെടുക്കാനായിട്ട്. ശരിക്ക് വെന്ത് ഉടഞ്ഞു കിട്ടും ഇങ്ങനെ വാട്ടിയെടുക്കുന്ന സമയത്ത്. ഇനി ഇത് നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇതേ ചൂടിൽ തന്നെ ഇതൊന്ന് 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. അപ്പോൾ ആവിയിൽ ശരിക്കും ഇത് വെന്ത് കിട്ടും. ഇപ്പോൾ ഇതാ തുറന്ന് നോക്കുമ്പം ഇതുപോലെ ഇങ്ങനെ ഇത്രയും പരുവായിട്ടുണ്ട്. ഇതാ ശരിക്കും ഇതുപോലെ ഇതിപ്പോൾ നോക്കിയാൽ ശരിക്കും നല്ലപോലെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ പഴം. ഈ സമയത്ത് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. തേങ്ങ ചിരകിയതോടെ ചേർത്ത് കൊടുത്തിട്ട് പഴത്തിൻ്റെ കൂടെ ഇട്ടിട്ട് ശരിക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കണം. തേങ്ങയും പഴവും കൂടെയും ശരിക്കും ഒന്ന് മിക്സായി കിട്ടുന്ന സമയം വരേക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങയുടെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. തേങ്ങ ചെറുതായിട്ട് അതിൻ്റെ വെള്ളമയം എല്ലാം ഒന്ന് മാറി കിട്ടിയാൽ മതി. പഴത്തിൻ്റെ കൂടെ ഇരുന്നിട്ട് അതിൻ്റെ വെള്ളമയം എല്ലാം ശരിക്കും ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ ഈ സമയത്ത് ഇത്രയാകുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ എന്തോരം തേങ്ങയാണോ നേരത്തെ എടുത്തത് അതേ അളവിൽ തന്നെയുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയോടെ ചേർത്ത് കൊടുത്തിട്ട് ശരിക്കും അതിൻ്റെ പഞ്ചസാര ശരിക്കും മെൽറ്റായി കിട്ടുന്ന സമയം വരേക്ക് ഇതിലൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ തേങ്ങയും പഞ്ചസാരയും എല്ലാം കൂടെയും ശരിക്കും ഒന്ന് മിക്സായി കിട്ടുക. പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ശർക്കരയുടെ പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളറ് ഫുള്ള് മാറിപ്പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പഞ്ചസാര ചേർത്ത് കൊടുത്തത്. ശർക്കര ചേർക്കുന്ന സമയത്ത് കളറ് വല്ലാതെ മാറിപ്പോകും. ഇപ്പോൾ അതായത് ശരിക്കും മിക്സായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചൂടാറി കിട്ടാനായിട്ട് ഇത് കുറച്ച് സമയം ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം. നല്ലപോലെ ചൂടാറി കഴിഞ്ഞതിന് ശേഷം വേണം ഇതിലേക്ക് ബാക്കി സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ അത് ശരിക്കും ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല സോഫ്റ്റായിട്ടുള്ള ഇടിയപ്പത്തിൻ്റെ അരിപ്പൊടിയാണ്, വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ആദ്യം 1 കപ്പ് ചേർത്ത് കൊടുത്തു. അതിന് ശേഷം വേറെ അതുപോലെ തന്നെ അത്ര അളവിൽ തന്നെ ഒന്നുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതിലേക്ക് നമുക്ക് ഒരു ക്യാരറ്റ്, മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്താണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നമ്മൾ അരിപ്പൊടി എന്തോരം എടുത്തോ അതിൻ്റെ പകുതി അളവിലാണ് ക്യാരറ്റ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് ശരിക്കൊരു തവി വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തേക്കും യോജിപ്പാക്കി കൊടുക്കുക. ചെറുതായിട്ട് ചൂടുണ്ടെന്നുണ്ടെങ്കിൽ ആ ചൂടെല്ലാം ആറുന്ന വരേക്ക് നമ്മൾക്ക് ഈ തവി വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ക്യാരറ്റും അരിപ്പൊടിയും എല്ലായിടത്തും ആകുന്ന വരേക്ക്. മറ്റത് ശരിക്കൊരു കുഴഞ്ഞിരിക്കുന്ന കൂട്ടാണല്ലോ. അപ്പോൾ അതിൽ അരിപ്പൊടിയും ക്യാരറ്റും കൂടെ ശരിക്കും എല്ലായിടത്തും മിക്സ് ആകാൻ പാകുന്ന വരേക്ക് ഒരു തവി വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ, ശരിക്കും എല്ലായിടത്തും ആകാൻ പാകത്തിന്. അതിന് ശേഷം നമുക്കിത് കൈ വെച്ചിട്ട് ശരിക്കൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കൈ വെച്ചിട്ട് കുഴയ്ക്കുമ്പോൾ മാത്രമേ അരിപ്പൊടി എന്തെങ്കിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആദ്യം അരിപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ. അരിപ്പൊടി കൂടിപ്പോയാൽ ബുദ്ധിമുട്ടാവും, പഴത്തിൻ്റെ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ചെറുതായിട്ട് 2 കപ്പ് മാത്രം അരിപ്പൊടി ഇട്ട് കൊടുത്തത്. അപ്പോൾ അത് അരിപ്പൊടി ഇതുപോലെ കൈ വെച്ചിട്ട് ശരിക്കും ഇങ്ങനെ കുഴയ്ക്കുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും ഇനിയും അരിപ്പൊടി വേണമെന്നുള്ളത്. അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ ഒരു അരിപ്പൊടിയുടെ ആവശ്യമുണ്ട്. അതുകൊണ്ടൊരു നേരത്തെ എടുത്ത കപ്പിൽ തന്നെ ഒരു 1/2 കപ്പ് അതേ സെയിം അരിപ്പൊടി തന്നെ കുറച്ചുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം വീണ്ടും ഇതിങ്ങനെ കുഴയ്ക്കുകയാണ്. ഒട്ടും വെള്ളവും ചേർക്കാതാണ് കേട്ടോ കുഴയ്ക്കുന്നത്. ആ പഴമെല്ലാം വരണ്ടിരിക്കുന്ന ആ ഒരു വെള്ളമയത്തിൽ തന്നെയാണ് ഇത് കുഴച്ചെടുക്കുന്നത്. അധികം വേറെ വെള്ളമൊന്നും ഞാൻ ചേർത്തിട്ടില്ല. അധികം വെള്ളം എന്നല്ല, ഒട്ടും വെള്ളം തന്നെ ചേർത്തിട്ടില്ല. ഇനിയിപ്പോൾ നമുക്കിത് അതുപോലെ ഇങ്ങനെ കുഴച്ചൊന്ന് ഉരുട്ടിയെടുക്കണം. കുഴച്ച് ഓരോന്നും ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കണം. ഇതുപോലെ നമുക്കിതെല്ലാം ഇതുപോലെ ഇങ്ങനെ സെയിം വലിപ്പത്തിൽ സെയിം ബോൾ പോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ അത് അരിപ്പൊടി കൂടി പോയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ നമുക്ക് ഉരുട്ടിയാൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ തന്നെ അരിപ്പൊടി കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ്
അപ്പോഴാണ് ശരിക്കും പാകത്തിന് ഇത് കുഴച്ച് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ അതായത് ഇവിടെ എല്ലാം ഇതുപോലെ ഇങ്ങനെ ബോൾസ് പോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഇഡ്ഡലി തട്ടിലേക്ക് നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം. കുറച്ച് നെയ്മയം പുരട്ടിയിട്ട് അതിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതിന് ശേഷം നേരത്തെ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഇറക്കി വെച്ചിട്ട് നമുക്കിതൊരു 15 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കുക. വെള്ളം തിളച്ചതിന് ശേഷമാണ് വയ്ക്കുന്നത്. വെള്ളം തിളച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് വെച്ചാലും മതി മീഡിയം ഫ്ലെയിമിൽ. ശരിക്ക് വെന്ത് കിട്ടും. ഇതുപോലെ ഇങ്ങനെ ശരിക്കും ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ നല്ല മയമായിട്ടുണ്ട് കേട്ടോ. അതായത് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ അറിയാം ശരിക്കും നല്ല മയത്തിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് നമുക്കിതൊന്ന് നീക്കി വയ്ക്കാം. ചൂടാറാനായിട്ട് നീക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്കിതിങ്ങനെയും കഴിക്കാം കേട്ടോ. ഇങ്ങനെ തന്നെയും കഴിക്കാം. അല്ല കുറച്ചുകൂടെ കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടാൻ പാകത്തിന് കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒരു പാൻ വെച്ചിട്ട് ഒരു 1/2 സ്പൂൺ നെയ്യ് അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്ക് ഈ ഓരോ ബോൾസും ഇതിലേക്ക് പെറുക്കിയിട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് ശരിക്കും ഇതൊന്ന് ഈ നെയ്യിലൊന്ന് ഇട്ടിട്ട് ഒന്ന് ഒരു 4-5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലായാലും മതി. ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരട്ടിയെടുക്കുക. നെയ്മയ എല്ലായിടത്തും ആകാൻ പാകത്തിനും ആ നെയ്മയ ആകുന്നതിൻ്റെ കൂടെ തന്നെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞും കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരട്ടിയെടുക്കണം. ഒരു സ്പൂൺ വെച്ചിട്ടും ഇതുപോലെ ഇങ്ങനെ ശരിക്കും ഇതൊന്ന് വരട്ടി കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കളറെല്ലാം മാറി തുടങ്ങുന്നവരേക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വരട്ടി കൊടുക്കുക. അതിന് ശേഷം ഇത് നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പം ഇത് കഴിക്കാൻ നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ നല്ല നെയ്യിൻ്റെ ടേസ്റ്റ് എല്ലാം ഉണ്ട്. അതുപോലെ നെയ്യിൽ ഇതിങ്ങനെ വരട്ടിയെടുക്കുമ്പോൾ നല്ല പഴമെല്ലാം നെയ്യിൽ വരണ്ട് വന്നിരിക്കുന്നതിൻ്റെ നല്ല വാസനയുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നല്ല വാസനയുണ്ട്. ഇത് കഴിക്കാനായിട്ട് നല്ല രുചിയാണ്. അപ്പോൾ നിങ്ങളിതുപോലെ ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഒരു 2-3 മിനിറ്റ് മാത്രം ഇതിങ്ങനെ ചെറിയ ചൂടിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് വരട്ടിയെടുത്താൽ മാത്രം മതി. ഇനിയിപ്പോൾ ഇതിന് ശേഷം നമ്മൾക്കിതൊന്ന് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ റെസിപ്പി. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ക്യാരറ്റും പഴവും എല്ലാം ചേർത്തേക്കൊണ്ടുവന്ന് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ തന്നെ ആവിയിൽ വേവിച്ചെടുക്കുന്ന റെസിപ്പി ആയതുകൊണ്ട് ഒട്ടും എണ്ണമയോ ഇതൊന്നുമില്ല, എണ്ണയിൽ വറുത്തെടുക്കുന്നൊന്നുമല്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ വൈകിട്ട് കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ ഏത്തപ്പഴം ആയതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ ക്യാരറ്റും എല്ലാം ആയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഒരു തവണ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും മധുരപലഹാരങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് റെസിപ്പികൾ അല്ലെങ്കിൽ എന്തെങ്കിലും കറികൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികൾ ഒക്കെ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും താങ്ക് യു.